രാഷ്ട്രപതിക്കെതിരെ അസാധാരണ നീക്കവുമായി പിണറായി സർക്കാർ. നിയമസഭയിൽ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാത്ത വിഷയത്തിൽ രാഷ്ട്രപതിയുടെ ഓഫീസിനെ കക്ഷി ചേർത്ത് സംസ്ഥാന സർക്കാർ ഹർജി നൽകി. ഗവർണറും കേസിൽ കക്ഷിയാണ്. നിയമസഭയിൽ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാത്ത വിഷയത്തിലാണ് രാഷ്ട്രപതിയുടെ ഓഫീസിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ അസാധാരണ നീക്കം നടത്തിയത്. നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിയുടെ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. നിയമസഭ പാസാക്കിയ 4 ബില്ലുകൾ നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലുണ്ടെന്ന് ചീഫ് സെക്രട്ടറി നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ വ്യക്തമായ കാരണങ്ങളില്ലാതെയാണ് ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചതെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ തന്നെ കേരളത്തിന്റെ മറ്റൊരു ഹർജി നിലവിലുണ്ട്. ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്നതുൾപ്പെടെ 3 ബില്ലുകൾ തിരിച്ചയച്ചു. ബാക്കി ബില്ലുകൾ ഇപ്പോഴും രാഷ്ട്രപതി ഭവന്റെ പരിഗണനയിലുണ്ട്. ജനം, ഡൽഹി.